ന്യൂസ് 18 കോതമംഗലം. രാഹുൽ ഗാന്ധിയെ അപായപ്പെടുത്താൻ ശ്രമം. അമേഠിയിലെ റാലിയിൽ വെച്ച് ലേസർ തോക്ക് ഉപയോഗിച്ച് അപായപ്പെടുത്താൻ ശ്രമം നടന്നതായി കോൺഗ്രസ് ആരോപിച്ചു. രാഹുൽ ഗാന്ധിക്ക് വധഭീഷണിയുണ്ടെന്ന് കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, ഏത് രീതിയിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം? വിശദാംശങ്ങൾ. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വധഭീഷണിയുണ്ട്, അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉന്നത കോൺഗ്രസ് നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് പരാതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ അഹമ്മദ് പട്ടേൽ, ജയറാം രമേശ്, രൺദീപ് സുർജേവാല എന്നിവർ സംയുക്തമായി നൽകിയ പരാതിയിൽ പറയുന്നത്, ഇന്നലെ രാഹുൽ ഗാന്ധി അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ലേസർ രശ്മികൾ പാടുകൾ കണ്ടു. 7 തവണ ദൂരെ നിന്നും ലേസർ രശ്മികൾ അദ്ദേഹത്തിന്റെ ശരീരം ലക്ഷ്യമാക്കി ആരോ അടിച്ചുവെന്നാണ് കോൺഗ്രസ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹത്തിന്റെ തലയിൽ തന്നെ ആ ലേസർ രശ്മികൾ പതിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ഇത് ഒളിച്ചിരുന്ന് ആരോ തോക്ക് ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണ് എന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത്. ഉന്നത സുരക്ഷാ വിദഗ്ധരുമായി ഒക്കെ സംസാരിച്ചപ്പോൾ ഒളിത്തോക്കിൽ നിന്നും രാഹുൽ ഗാന്ധിയെ ഉന്നം വെച്ചതാകാമെന്ന ഒരു ആശങ്കയാണ് അവരൊക്കെ അറിയിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ രാഹുലിനെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടെ കണ്ട് അന്വേഷണം നടത്തണമെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ തന്നെ Z+ കാറ്റഗറിയിലുള്ള സുരക്ഷയാണുള്ളത്. എല്ലായ്പ്പോഴും SPG സുരക്ഷ അദ്ദേഹത്തോടൊപ്പം ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലും മറ്റും ചെല്ലുമ്പോൾ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനും മാധ്യമപ്രവർത്തകരെ കാണുന്നതിനും ഒക്കെ ചിലപ്പോഴൊക്കെ SPG വലയം ബന്ധിച്ചുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ആൾക്കാരിലേക്ക് കടന്നു ചെല്ലാറുണ്ട്. ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാകാനിരിക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ആശങ്ക അറിയിച്ച് നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉണ്ണി, ഇതിൽ ഏത് രീതിയിലുള്ള നടപടിയാണ് ആവശ്യപ്പെടുന്നത്? അന്വേഷണം വേണം എന്നാണോ, അതോ സുരക്ഷ ശക്തമാക്കണമെന്ന രീതിയിലാണോ? സുരക്ഷ ശക്തമാക്കണം. ഇത്തരത്തിൽ ഏതെങ്കിലും അപായ ഭീഷണി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിക്കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യണം. ആ ഭീഷണികൾ ഇല്ലാതാക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് സുരക്ഷ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിൽ അണികളെ കാണുന്നതിനും പ്രവർത്തകരെ ഇറങ്ങിച്ചെല്ലുന്നതിനും ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാകും. ഇപ്പോഴത്തെ SPG സുരക്ഷ തന്നെ അതിന്റെ തടസ്സമാണെന്ന് പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായി അന്വേഷണം നടത്തി ഭീഷണി ഉണ്ടെങ്കിൽ അതിനെ മറികടക്കണം എന്ന ഒരു ആവശ്യമാണ് കോൺഗ്രസ് ആഭ്യന്തരമന്ത്രിയോട് ഉന്നയിച്ചിരിക്കുന്നത്. ഉണ്ണി, ഇതിൽ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക നൽകാൻ അമേഠിയിൽ എത്തിച്ചേർന്നപ്പോഴാണ് ഇത്തരത്തിൽ അപായപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായത് എന്നാണോ, അതോ നേരത്തെയും ഇത്തരത്തിലുള്ള വധഭീഷണി അടക്കമുണ്ടായി എന്നും ആരോപണമുണ്ടോ? കൃത്യമായി ഈ ഭീഷണിയുടെ ഒരു പശ്ചാത്തലം ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേഠിയിൽ വെച്ചുണ്ടായ സംഭവം തന്നെയാണ്. മാധ്യമപ്രവർത്തകരുമായി അദ്ദേഹം സംസാരിക്കുന്ന ആ വീഡിയോ നമുക്ക് കാണാം. ആ വീഡിയോയിൽ തന്നെ അദ്ദേഹത്തിന്റെ തലയിൽ തന്നെ ലേസർ രശ്മികൾ പതിക്കുന്നതായി കാണാനുണ്ട്. അത് 7 തവണയോളം ഇത്തരത്തിൽ തുടർച്ചയായി ലേസർ രശ്മികൾ അദ്ദേഹത്തിന്റെ തലയിൽ പതിച്ചിട്ടുണ്ട്. അത് കൃത്യമായും മനസ്സിലാക്കാൻ കഴിയുന്നത് ദൂരെ നിന്നും ഒളിഞ്ഞിരിക്കുന്ന ആരോ തോക്ക് ഉപയോഗിച്ചുകൊണ്ട്, ലേസർ രശ്മിയിൽ കൃത്യമായി ഗൈഡ് ചെയ്യുന്ന തോക്ക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമം നടത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. ഉന്നത സുരക്ഷാ വിദഗ്ധരും ഈ ഒരു സംശയം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുലിന് ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കേന്ദ്രത്തെ തന്നെ സമീപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ഒരു സംഭവത്തെ വലിയ രീതിയിൽ തന്നെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കോൺഗ്രസിൽ. അതിന്റെ ഭാഗമായി വേണം കൂടുതൽ സുരക്ഷയും നടപടികളും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോഴത്തെ കത്തിനെ കാണാൻ. ഉണ്ണി, ഇപ്പോൾ ഇത്തരത്തിൽ അപായപ്പെടുത്താൻ ശ്രമമുണ്ടായി എന്ന തരത്തിലാണ് അവർ ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലേക്കടക്കം അദ്ദേഹത്തിന് പ്രചാരണത്തിന് എത്തേണ്ടിയിരിക്കുന്നതാണ്. ഇതിലെല്ലാം മാറ്റം വരാനുള്ള ഒരു സാധ്യതയുണ്ടാകുമോ? സ്വാഭാവികമായും മാറ്റം വരുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിനെ തിരഞ്ഞെടുപ്പിൽ നയിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് റാലികളില്ലാതെ കോൺഗ്രസിന് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല. എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള റാലികളും മറ്റും നടക്കുമ്പോൾ കൃത്യമായ സുരക്ഷാ പരിശോധനകൾ, അദ്ദേഹത്തിനുള്ള ഭീഷണികൾ മറികടക്കാനുള്ള നടപടികൾ എന്നിവയൊക്കെ സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിൽ വീണ്ടും വയനാട് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. അത് 16-ാം തീയതിയോ മറ്റോ എത്താനുള്ള ആലോചനകളാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടും സംശയമുള്ള ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ടും ഒക്കെയുള്ള നടപടികളായിരിക്കണം പ്രതീക്ഷിക്കുക. അല്ലാതെ രാഹുൽ പൂർണ്ണമായും പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള സാധ്യതയൊന്നുമില്ല.